സ്വാഗതം മലയാളം സ്റ്റോറി ടൈംസ് യൂട്യൂബ് ചാനലിലേക്ക്. ഇവിടെ ഞങ്ങൾ ലോകത്തിലെ യഥാർത്ഥ സംഭവങ്ങൾ, ഭൂരാഷ്ട്രീയ കഥകൾ, ചരിത്രത്തിലെ നാടകീയ മുഹൂർത്തങ്ങൾ എല്ലാം മലയാളത്തിൽ ഡോക്യുമെന്ററി രൂപത്തിൽ അവതരിപ്പിക്കുന്നു. മലയാളം സ്റ്റോറി ടൈംസ്. ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തുടങ്ങാം. ഇറാൻ ഇസ്രായേൽ യുദ്ധം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാകുമോ? സമീപകാലത്ത് മിഡിൽ ഈസ്റ്റ് പ്രദേശം ഒരു വലിയ അസ്ഥിരതയിലാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അത്യധികം രൂക്ഷമായിരിക്കുന്നു. മിസൈലുകൾ, സൈനിക സഖ്യങ്ങൾ, അന്താരാഷ്ട്ര പിരിമുറുക്കങ്ങൾ ഇവയെല്ലാം ഒരുമിച്ച് ലോകത്തെ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ചോദ്യം ഉയരുന്നു. നമുക്ക് ഈ സംഭവങ്ങളുടെ യഥാർത്ഥ പശ്ചാത്തലവും സാധ്യതകളും നോക്കാം. ഇറാൻ സമീപ ദിവസങ്ങളിൽ കുവൈത്ത്, ഖത്തർ, ഒമാൻ, ബഹ്റിൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ഇറാഖ്, സിറിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. തുർക്കിയുടെ ആകാശത്തു വെച്ച് ചില മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടു. ഈ ആക്രമണങ്ങൾ ഒരു വലിയ യുദ്ധത്തിന്റെ ആദ്യ സൂചനയാണോ? ഇസ്രായേലുമായുള്ള നേരിട്ടുള്ള സംഘർഷത്തോടൊപ്പം മിഡിൽ ഈസ്റ്റ് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഉറവിടമാണ്. ഇവിടെ നിന്നുള്ള വ്യാപാര പാതകളും തന്ത്രപരമായ ഭൂപ്രകൃതിയും ലോകരാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നു. സുന്നി അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഒരു വലിയ സംഘർഷമുണ്ടായാൽ ഈ പ്രദേശം പൂർണ്ണമായി ദുർബലമാകും. എണ്ണ കയറ്റുമതി തടസ്സപ്പെടും. ചൈനയും യൂറോപ്പും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാകപ്പെടും. അതേസമയം അമേരിക്കയ്ക്ക് പുതിയ വ്യാപാര നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇറാൻ തൻ്റെ സ്വാധീനം വ്യാപിപ്പിക്കാൻ ഹമാസ്, ഹൂതി, ഹിസ്ബുള്ള തുടങ്ങിയ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നു. സിറിയ, യമൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ ഇറാന്റെ പ്രോക്സി യുദ്ധങ്ങൾ നടക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും നടത്തിയ യുദ്ധങ്ങൾക്ക് ശേഷം ഇറാൻ ഈ പ്രദേശങ്ങളിൽ തൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ ഈ പഴയ സംഘർഷങ്ങളുടെ തുടർച്ചയായി കാണാം. ലോകം ഇപ്പോൾ നേരിടുന്നത് ഒറ്റയൊറ്റ യുദ്ധങ്ങളല്ല. റഷ്യ ഉക്രൈൻ സംഘർഷവും US ചൈന തമ്മിലുള്ള വ്യാപാര സൈനിക പിരിമുറുക്കവും ഇതോടൊപ്പം ചേരുന്നുവെങ്കിൽ ഒരു യഥാർത്ഥ ലോകമഹായുദ്ധമായി ഇത് മാറിയേക്കാം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ആഗോളതലത്തിലെ ഊർജ്ജക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണമാകും. ഗൾഫ് പ്രദേശത്തു നിന്നുള്ള എണ്ണക്കപ്പലുകൾ തടസ്സപ്പെട്ടാൽ ലോകമെമ്പാടും പെട്രോൾ വില $150 കുതിക്കും. ചൈനയുടെ ഫാക്ടറികൾ നിർത്തിവെക്കേണ്ടി വരും. യൂറോപ്പിലെ വീടുകൾ ശീതകാലത്ത് ഇരുട്ടിലാകും. അമേരിക്ക തൻ്റെ ഷെയിൽ ഗ്യാസ് ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് പുതിയ വിപണികൾ കീഴടക്കും. ഇന്ത്യ തൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. ഇറാന്റെ നേതാക്കൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വയം പ്രതിരോധമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇസ്രായേൽ തങ്ങളുടെ ആക്രമണങ്ങൾ ഭീകരത്വത്തിനെതിരായ യുദ്ധം എന്ന് പറയുന്നു. ഇരുവശങ്ങളും തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയെ മുൻനിർത്തി നിൽക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യം വ്യത്യസ്തമാണ്. ലോകത്തിൻ്റെ ഭാവി ഇവിടെ നിശ്ചയിക്കപ്പെടുന്നു. ഈ സംഘർഷം വ്യാപിക്കുകയാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൂടുതൽ സൈനികരെ വിന്യസിക്കും. റഷ്യയും ചൈനയും തങ്ങളുടെ സഖ്യകക്ഷികളെ സഹായിക്കും. തുർക്കി തങ്ങളുടെ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇടപെടും. ഈ ഒരു ചെറിയ തീപ്പൊരി വലിയ തീയായി മാറിയേക്കാം. ലോക നേതാക്കൾ ഇപ്പോൾ തന്നെ യുദ്ധം തടയാൻ നയതന്ത്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ സാഹചര്യം അത്യന്തം ഗുരുതരമാണ്. ലോകം ഇപ്പോൾ ഒരു വഴിത്തിരിവിലാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരു പ്രാദേശിക യുദ്ധമായി തുടങ്ങിയാലും അത് ആഗോള തലത്തിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത വളരെ ഉയർന്നതാണ്. സാമ്പത്തികം, രാഷ്ട്രീയം, സൈനികം എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങൾ വരും. ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരു സാധാരണ യുദ്ധമല്ല. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന ഗൂഢാലോചനയാണോ? ലോകത്തെ നിയന്ത്രിക്കുന്നത് ലോക നേതാക്കളോ ഗവൺമെൻറ്റുകളോ അല്ല, ഒരു രഹസ്യ സമൂഹമാണ് എന്നാണ് ലോകമെമ്പാടുമുള്ള ഗൂഢാലോചന സിദ്ധാന്തക്കാർ ഉറക്കെ വിളിച്ചു പറയുന്നത്. ആ സമൂഹത്തിൻ്റെ പേര്
ഇലൂമിനാറ്റി. 1776 ബവേറിയയിൽ തുടങ്ങിയ ഈ രഹസ്യ സംഘടന ഇന്നും ലോകത്തിന്റെ ഓരോ മൂലയിലും നിയന്ത്രണം വേർതിരിച്ചു നടത്തുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ബാങ്കുകൾ, വൻകിട കോർപ്പറേഷനുകൾ, ഹോളിവുഡ്, മാധ്യമങ്ങൾ, ഐക്യരാഷ്ട്രസഭ പോലും അവരുടെ കയ്യിലാണ്. യുദ്ധങ്ങൾ അതവരുടെ ഏറ്റവും വലിയ ബിസിനസ്. ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, വിയറ്റ്നാം, ഇറാഖ് എല്ലാം അവരുടെ ലാഭത്തിനായി ആസൂത്രണം ചെയ്തതാണെന്ന് ഗൂഢാലോചനക്കാർ പറയുന്നു. യുദ്ധം വരുമ്പോൾ ആയുധ കമ്പനികൾ ലക്ഷക്കണക്കിന് കോടി ലാഭിക്കും. എണ്ണവില 10 മടങ്ങ് ഉയരും. ലോക ജനസംഖ്യ കുറയും. പുതിയ ലോകക്രമം സൃഷ്ടിക്കാൻ ഇതെല്ലാം ആവശ്യമാണ്. ഇപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധവും അതിൻ്റെ തുടർച്ചയാണോ? ലോകമഹായുദ്ധം 3ാം ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നതാണോ? ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് 2024-2025 കോടതി പുറത്തുവിട്ട എപ്സ്റ്റീൻ ഫയലുകൾ. ജെഫ്രി എപ്സ്റ്റീൻ എന്ന ബില്യനെയർ തൻ്റെ സ്വകാര്യ ദ്വീപിലും വിമാനത്തിലും ലോകത്തിലെ ഏറ്റവും ശക്തരായ നേതാക്കൾ, പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, ബില്യനെയറുകൾ, രാജകുടുംബങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചു. അവിടെ നടന്നത് ബ്ലാക്ക്മെയിൽ റെക്കോർഡിങ്ങുകൾ. ആ ഫയലുകളിൽ ആയിരക്കണക്കിന് പേജുകൾ, പേരുകൾ, വീഡിയോകൾ എല്ലാം പുറത്തുവന്നു. ഈ ഫയലുകൾ കാണിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സത്യം: ലോകത്തിലെ ഏറ്റവും ശക്തരായവർ ഒരു നിഴൽ ശക്തിയുടെ കീഴിലാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം വെറും പ്രാദേശിക സംഘർഷമല്ല. അത് ആ ശക്തികളുടെ അവസാനത്തെ ഗ്രാൻഡ് പ്ലാൻ ആണോ? ലോകമിപ്പോൾ ഒരു വഴിത്തിരിവിലാണ്. ഒരു തീപ്പൊരി മാത്രം മതി 3ാം ലോകമഹായുദ്ധത്തിൻ്റെ തീക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഡോക്യുമെന്ററിയിൽ മറ്റൊരു ലോകരഹസ്യവുമായി വീണ്ടും കാണാം. നന്ദി. ജാഗ്രതയോടെ ഇരിക്കുക.